മുത്തങ്ങ സംഭവത്തിന് ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. പക്ഷെ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അവർക്ക് ചില കടമകളുണ്ട്, കടമ നിർവഹിക്കേണ്ടി വരും. ഒരു കുട്ടിയെ തല്ലുന്നത് അതിനകത്ത് കണ്ടിട്ടില്ല, ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടിട്ടില്ല. അതിനകത്ത് മിക്കവാറും തല്ലിയവരെയൊക്കെ മുട്ടിന് താഴെ മാത്രമാണ് പോലീസുകാർ തല്ലിയത്, മുട്ടിന് താഴെ മാത്രം. ഇത്ര മാത്രം പ്രൊവോക്കേറ്റീവായ ഒരു സ്ഥലത്ത് വെടിവെച്ചിട്ട് ഒരു ആദിവാസി മാത്രമേ മരിച്ചു പോകുന്നത്. പന്തം കൊടുത്ത് നിന്നവനാ വെടികൊണ്ടത്. കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ, ഒരിക്കലും ഉണങ്ങാത്ത മുറിവായ ഒരു നരവേട്ടിയുടെ ഓർമ്മപ്പെടുത്തലാണ് മുത്തങ്ങ. 2002 വയനാടൻ കാടുകളിൽ മുഴങ്ങിയ ആ വെടിയൊച്ചകൾ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ട്. അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ട ആ നടുക്കുന്ന യാഥാർത്ഥ്യം. കൈരളി ന്യൂസ് ലോകത്തിനു മുന്നിലെത്തിച്ച ആ നരനായാട്ടിന്റെ നേർസാക്ഷ്യം. വർഷങ്ങൾക്കിപ്പുറം കേരള നിയമസഭയിൽ വീണ്ടും മുത്തങ്ങയുടെ മുഴക്കം കേട്ടു. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറയവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ UDF ഭരണകാലത്തെ ആ പോലീസ് ക്രൂരതയുടെ അധ്യായം ഓർമ്മിപ്പിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിസ്സംഗതയോടെ കേട്ടിരിക്കുകയല്ലാതെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചില്ല. ഉത്തരം മുട്ടിപ്പോയ പ്രതിപക്ഷത്തിനു മുന്നിൽ മുത്തങ്ങയുടെ ഓർമ്മകൾ ഒരിക്കൽ കൂടി കേരള രാഷ്ട്രീയത്തിൽ ആളിക്കത്തി. സഭയിലെ പരാമർശമുയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയെപ്പോലും പ്രതിരോധത്തിലാക്കി. തന്റെ ഭാഗം ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടി വന്നു. എന്തായിരുന്നു യഥാർത്ഥത്തിൽ മുത്തങ്ങയിൽ സംഭവിച്ചത്? ആരുടെ തീരുമാനമായിരുന്നു ആദിവാസി സമൂഹത്തിനു നേരെ വെടിയുണ്ടകൾ ഉതിർക്കാൻ കാരണമായത്? വിരൽ ചൂണ്ടപ്പെട്ടത് അന്നത്തെ വനമന്ത്രിയായിരുന്ന K സുധാകരനിലേക്കായിരുന്നു. അദ്ദേഹത്തിന്റെ തിടുക്കത്തിലുള്ള തീരുമാനങ്ങളാണ് വെടിവെപ്പിലേക്ക് നയിച്ചതെന്ന ആരോപണം ശക്തമായി ഉയർന്നു. എന്നാൽ അതിലും ഞെട്ടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. ഒരു കുട്ടിയെ തല്ലുന്നത് അതിനകത്ത് കണ്ടിട്ടില്ല, ഒരു സ്ത്രീയെ തല്ലുന്നത് കണ്ടിട്ടില്ല. അതിനകത്ത് മിക്കവാറും തല്ലിയവരെയൊക്കെ മുട്ടിന് താഴെ മാത്രമാണ് പോലീസുകാർ തല്ലിയത്, മുട്ടിന് താഴെ മാത്രമാണ്. ഇത്ര മാത്രം പ്രൊവോക്കേറ്റീവായ ഒരു സ്ഥലത്ത് വെടിവെച്ചിട്ട് ഒരു ആദിവാസി മാത്രമേ മരിച്ചു പോകുന്നത്. പന്തം കൊടുത്ത് നിന്നവനാ വെടികൊണ്ടത്. മുട്ടിന് താഴെയാണ് വെടിവെച്ചത്. ഇതൊരു സൂചന മാത്രം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തെ ഞെട്ടിച്ചു. വെടിവെപ്പിൽ ഒരു ആദിവാസി മാത്രം മരിച്ചെന്ന നിസാരവൽക്കരിച്ചുള്ള ന്യായീകരണങ്ങൾ അധികാരത്തിന്റെ ഗർവിൽ ഒരു ജനതയുടെ നിലവിളിയെ അവഗണിച്ചതിന്റെ പ്രതീകമായി ആ വാക്കുകൾ മാറി. മുത്തങ്ങ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അധികാരം ദുർബലർക്ക് നേരെ തിരിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. നിയമസഭയിൽ ഉയർന്ന ഒരു വാക്ക്, ഒരു മറുപടി. അത് വീണ്ടും കേരളത്തോട് ചോദിക്കുന്നു, മുത്തങ്ങയെ നമുക്ക് മറക്കാനാകുമോ? ആ ചോരപ്പാടുകൾ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാനാകുമോ? ഉത്തരം തേടി ആ ചോദ്യങ്ങൾ ഇന്നും കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. AK ആന്റണി വീണ്ടും വിചാരണയ്ക്ക് വിധേയനാകുമ്പോൾ അതിന് വഴിയൊരുക്കിയത് നിയമസഭയിൽ പ്രതിപക്ഷമായ UDF പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്.